കൊടകര കുഴൽപ്പണക്കേസിൽ ബി.ജെ.പി. നേതാക്കൾക്ക് പങ്കുണ്ടെന്ന തിരൂർ സതീഷിന്റെ 24-നോടുള്ള വെളിപ്പെടുത്തലിൽ കഴമ്പുണ്ട് എന്ന് പോലീസ് കണ്ടെത്തുന്നു. ബി.ജെ.പിയെ പരാമർശിക്കാതെയുള്ള ഇ.ഡി. കുറ്റപത്രത്തിന് പിന്നാലെയാണ് കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത്. പണവുമായി ബന്ധമില്ലെങ്കിൽ ബി.ജെ.പി. നേതാക്കൾ എന്തിനാണ് കൊടകരയിൽ എത്തിയത് എന്നാണ് തിരൂർ സതീഷിന്റെ ചോദ്യം. കൊടകര കുഴൽപ്പണക്കേസിൽ ബി.ജെ.പിക്ക് പങ്കില്ലെന്ന ഇ.ഡിയുടെ കുറ്റപത്രം രാഷ്ട്രീയ വിവാദം ചൂടുപിടിക്കുന്നു. പോലീസ് കണ്ടെത്തലുകൾ അപ്പാടെ തള്ളുന്ന ഇ.ഡി റിപ്പോർട്ടിനെതിരെ ബി.ജെ.പി. തൃശൂർ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് രംഗത്തെത്തി. ഈ സംഭവം നടന്നപ്പോൾ തന്നെ പാർട്ടിയുടെ നേതാക്കന്മാർ, ജില്ലാ നേതാക്കന്മാർ, മേഖലയുടെ സംഘടനാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ എന്തിനാണ് ഈ കൊടകരയിൽ ഈ റോബറി നടന്ന സ്ഥലത്തേക്ക് എത്തിയത്? ധർമ്മരാജൻ ഇവരെ ബന്ധപ്പെട്ടു, അവിടെ പോയി. പാർട്ടിക്ക് ഈ പണമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. തിരൂർ സതീഷ് 24-നോട് നടത്തിയ വെളിപ്പെടുത്തലിൽ കഴമ്പുണ്ടെന്ന് കാട്ടി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിലെ വിവരങ്ങളും പുറത്തുവന്നു. ആരോപണങ്ങൾ അതീവ ഗൗരവകരമെന്നാണ് പോലീസ് കണ്ടെത്തൽ. വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണെങ്കിലും പോലീസിന് അന്വേഷണത്തിന് നിയമ തടസ്സമുള്ളതിനാൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യാൻ തിരൂർ സതീഷിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. തുടരന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കത്ത് പരിഗണിക്കാതെയാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്നാണ് ഉയരുന്ന ആക്ഷേപം. അതിനിടയിൽ ഇ.ഡിയെ വിമർശിച്ച പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. ഇ.ഡി അതിന്റെ വിശ്വാസ്യത മുഴുവൻ തകർത്തു ഈ റിപ്പോർട്ടിലൂടെ. ഇ ഡി രാഷ്ട്രീയമായി നിഷ്പക്ഷമല്ലാതെ പെരുമാറുന്ന ഒരു സംവിധാനമാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുത്ത് ക്ലീനായിട്ട് കേരളത്തിലെ ബി.ജെ.പി. നേതാക്കളെ രക്ഷിച്ചിരിക്കുകയാണ്. കൊടകര കുഴൽപ്പണക്കേസ് CPIM-ഉം ബി.ജെ.പിയും തമ്മിൽ ഒത്തുതീർപ്പാക്കിയെന്ന കെ മുരളീധരൻ കുറ്റപ്പെടുത്തി. തിരൂർ സതീഷ് നൽകിയ സ്വകാര്യ അന്യായത്തിൽ അനുകൂല വിധിയുണ്ടായാൽ കൊടകര കുഴൽപ്പണക്കേസിലെ കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് വഴിയൊരുങ്ങുമെന്നതാണ് വിലയിരുത്തൽ. 24 തൃശൂർ.